ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമന്റുകൾ. അപ്പൊ അതിനുശേഷം ഞാൻ സാഗറിന്റെ സീനിയർ ഇടമതിയായിട്ടുള്ള സീനിയർ ആക്ടറിനെയൊക്കെ ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കുന്നത് അല്ലേ. ഞങ്ങൾ ഇത് കണക്ക് ലൊക്കേഷനിലും അതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതാണ് അന്ന് ആ ഇന്റർവ്യൂവിൽ കണ്ടത്. പക്ഷെ ഈ കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ പുതുതായിട്ട് വന്നൊരു പയ്യൻ ഒരു സീനിയർ ആക്ടറിനെ ഇട്ട് അങ്ങോട്ട് കളിയാക്കുക, എന്താ പറയുന്ന ബഹുമാനമില്ല, ഇതൊക്കെയാണ് അന്ന് വന്ന കമന്റുകൾ. അപ്പൊ അതിനുശേഷം ഞാൻ സാഗറിന്റെ സീനിയർ ഇടമതിയായിട്ടുള്ള സീനിയർ ആക്ടറിനെയൊക്കെ ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ വേറെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൽ ഈ പറഞ്ഞ പോലെ ഈ 3 കോംബോ വരുമ്പോഴത്തേക്ക് ഭയങ്കര സിങ്കായാൽ മാത്രമേ അത് കോമഡീസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഈ ക്യാരവണിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കാറ്. ഈ പറഞ്ഞ പോലെ ജൂനിയർ എന്തോ സീനിയർ എന്തോ എന്നുള്ള ഇതൊന്നും കാണിക്കാതെ നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട്. എനിക്ക് ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ സെറ്റിൽ മറ്റേ സീനിയർ ജൂനിയർ ആ ഒരു പരിപാടിയെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് വേറെ നന്ദി പറയണത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വാഹിദ് ഷീജേട്ടർ എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. സാഗറിൻ്റെയും വാഹിദിൻ്റെയും പേഴ്സണൽ മേക്കപ്പ് മാനാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ മേക്കപ്പ് മാനോ പരിപാടിയൊന്നുമില്ല. അപ്പം ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് മേക്കപ്പ് ചെയ്ത് തരിക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അപ്പം എല്ലാം കൊണ്ടും സെറ്റിൽ ഭയങ്കര എൻജോയ് ചെയ്ത് പരിപാടി ചെയ്തിട്ട് പോയ സെറ്റാണ്. അത് എന്തായാലും നിങ്ങൾക്ക് സിനിമയിലും കാണാൻ പറ്റും. സാഗരേട്ടാ, ഇപ്പൊ സീനിയോറിറ്റി കൊടുത്ത് ഗണപതി ചേട്ടനായാലും സാഗരേട്ടനായാലും സീനിയോറിറ്റി കൊടുത്ത് വെച്ചെങ്കിലും നല്ല പണിയുണ്ടോ എനിക്ക് എന്നെ സേവ് ചെയ്തപ്പോ നമുക്ക് വെച്ചിട്ടുള്ള അതല്ല, ലാസ്റ്റ് പ്രൊമോഷനും പ്രകമനത്തിന് തന്നെ പ്രൊമോഷന് വേണ്ടി കുഡോസ് ചെയ്ത് റീലിലായാലും 2 പേരെയും ചെറുതായിട്ടൊന്ന് സീനിയോറിറ്റി. അതെ 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 ഒന്ന് അല്ല, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ അമീൻ ബ്രോ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓൾറെഡി അറിയാം തഗ് ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫണ്ടായി. അപ്പൊ നിങ്ങൾ സീനിയേഴ്സ് എടുത്ത പ്രിക്കോഷൻ എന്തായിരുന്നു ഈ തഗ് പ്രതിരോധിക്കാൻ? നീ ഉത്തരം പറയുന്നോ ഞാൻ ഉത്തരം പറയുന്നോ? എനിക്കൊന്നും കിട്ടുന്നില്ല. പ്രതിരോധിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും, വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. അവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഈഗോയോ അങ്ങനെ ഒന്നാമത് അതൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേറെ ഒരു പരിപാടിയാണ് സിനിമ, അത്രേ പറയാനുള്ളൂ. അത് ഇവൻ മീനുള്ള കാരണം കറക്റ്റ് അടിപൊളിയായിരുന്നു. കാരണം ഇവര് ആഴ്ചയിൽ ജനങ്ങളുടെ പൾസ് നോക്കി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ കൂടെ ഞാനിവനും പല തമാശകളും സെറ്റിൽ നിൽക്കണില്ല, നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റണമല്ലോ, ഒരു സിങ്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അമീനുള്ളത് ഭയങ്കര രസമായിരുന്നു. അവന് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ ഹ്യൂമനാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെനിക്ക് മുന്നത്തെ സിനിമകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ടീമിൻ്റെ കൂടെ എല്ലാവരും കൂടെ വർക്കിംഗ് ഉണ്ട്. എൻ്റെ കൂടെ അമീനുടെ കൂടെയാണെങ്കിലും സുബിനണ്ണനും സനീഷ് ചേട്ടനും എല്ലാവരും ചെയ്താണ് വിട്ടുപോയി.